വിത്ത് കംപ്ലീറ്റ് ഹെയർ അല്ലേ? ഇങ്ങനെ മുടിയുള്ള അഭിനവനെ കണ്ടിട്ട് എത്ര നാളായി അല്ലേ? കാലൊക്കെ എങ്ങനെയുണ്ട്? ഇട്ടോട്ട് കയറിക്കോട്ടെ. രോഗം വന്നപ്പോഴേക്കും, രോഗത്തിന്റെ ആദ്യത്തെ നാളുകളില് പ്രത്യേകിച്ച് ഞാൻ അഭിനവനെ ഓർക്കുന്നത്, അഭിനവന് ഭയങ്കര പേടിയായിരുന്നു. അഭിനവൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നുള്ള ഒരു ഇതായിരുന്നു. അവന് ഓർക്കുന്നുണ്ടോ അതൊക്കെ? അഭിനവന് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അഭിനവനെ വീട്ടിൽ വിടാം, നല്ല മിടുക്കനായിട്ട് അഭിനവനെ വീട്ടിൽ വിടാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അഭിനവ് നല്ല എന്താ പറയുക, പക്വതയുള്ള നല്ലൊരു കുട്ടി. ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങൾ അമ്മ പറയും, അച്ഛമ്മ പറയും അല്ലേ? അമ്മയുടെ പേരെന്താ? അമ്മ എൻ്റെ പേര് രാധാമണി. രാധാമണി അല്ലേ? അമ്മയ്ക്ക് കൊച്ചുമോൻ്റെ അസുഖമൊക്കെ വന്നൊരു കാലത്തെ കുറിച്ചൊന്ന് പറയാവോ? ആ സംഭവങ്ങളൊക്കെ ഒന്ന് പറയാവോ? അവന് കുഞ്ഞിന് ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേനും മുട്ടുവേദന ഉണ്ടെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അന്നേരം കാല ഇങ്ങനെ ഓയിൽമെന്റ് അമ്മ ഇടുമായിരുന്നു. അപ്പം മേളിലോട്ട് നില കയറുന്ന പഠിക്കാനായിട്ട് പോകുമ്പം നില കയറുന്നതിൻ്റെ ഏതാ, സൈക്കിൾ ചെയ്യപ്പെടുന്നതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓയിൽമെന്റ് പുരട്ടുമായിരുന്നു. അങ്ങനെ ഇവന് നമ്മുടെ SNDP ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി കളിച്ച് അന്നേരമൊക്കെ കാലിനിങ്ങനെ ഒരു വേദന പോലും ഉണ്ടവന്. ഒത്തിരി നാളൊന്നും ആയില്ല. അങ്ങനെ ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. അപ്പം ഈ മുട്ട് കറുപ്പുമായി നീരും കൊണ്ടു. അങ്ങനെ നമ്മുടെ ജൂബിലി ആശുപത്രി വിളിച്ച് പറഞ്ഞു. പിറ്റേ ദിവസം കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തെ അവർ എക്സ്റേ എടുത്തപ്പോഴത്തേന് പറഞ്ഞു കുഞ്ഞിൻ്റെ കാലിന് പ്രശ്നമാണ്, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മോള് കാല് ഓപ്പറേഷൻ ചെയ്തൊരു ഡോക്ടറാണ്, പുന്നപ്പുറ സഹകരണ ആശുപത്രിയിലെ ഡോക്ടറാണ് അത്. അപ്പം ആ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പേപ്പർ കണ്ടപ്പോഴേ പുള്ളി പറയൂ കുഞ്ഞിൻ്റെ കാലിന് പ്രശ്നമാണല്ലോ, അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് വണ്ടായത്ത് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി കഴിഞ്ഞു. കുഞ്ഞിൻ്റെ കാല് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞ് പിന്നെ അത് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞ് അത് റിസൾട്ട് വരുമ്പം വിളിച്ചു കഴിയുമ്പം കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും വേഗം അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രശ്നം നമ്മൾ അറിയുന്നത്. അല്ല എൻ്റെ കുഞ്ഞിന് ഒരു വിഷമവും കുഴപ്പവും ഇല്ലാതെ ഓടി കിടന്ന കുഞ്ഞായൻ്റേത്. അവനങ്ങനെ ഒരു വിഷമവും അവനങ്ങനെ ആരോടും ഒരു ശല്യത്തിന് പോകുന്നവനല്ല, ഒരു വഴക്കിനോ വലിക്കൊന്നും പോകത്തില്ല. എപ്പോഴും അവനെ വീട്ടിൽ വരണം. ഇപ്പം തിരിച്ചു വന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാൻ നല്ല ഉന്മേഷമായോ? ഉണ്ടോ? അതോ ക്ഷീണം വല്ലതും ഉണ്ടോ? കാലിന്റെ മുട്ടിന് വല്ല വേദനയോ അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ചുണ്ടോ? നടക്കാനൊരു ചെറിയ പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, എല്ലാം മാറി അല്ലേ? കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ദമ്പതികളാണ് അഭിലാഷും സനിലയും. അഭിനവ് എന്ന് പറയുന്ന കുട്ടിയെ തിരികെ ലഭിക്കുന്നത് ഞങ്ങൾ കൺമുമ്പിൽ കാണുന്ന ഈ പ്രിയപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെയും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ്. ആദ്യ നാളുകളെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളുടെ ആ ഒരു പെട്ടെന്ന്, അതായത് നമ്മുടെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ച് കേട്ടാൽ ഉടനെ ഉണ്ടാകാവുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആദ്യം ഞാനിവിടെ നിന്ന് മുട്ടുവേദനയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആശുപത്രിയിൽ കൊണ്ടുപോയി ജൂബിലിയിൽ കൊണ്ട് കാണിച്ചു. അവിടെ നിന്നൊരു ആദർശ് ഡോക്ടറായിരുന്നിരുന്നേ. ആദർശ് ഡോക്ടർ എന്നോട് പറഞ്ഞ് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞ് കാലിൻ്റെ മുട്ടിനകത്ത് എന്തോ ഒരു ഇതുണ്ട്, അത് നമുക്ക് MRI എടുത്താലേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ഷങ്കേസിലോട്ട് വിളിച്ചു ചോദിച്ചു. അവിടെ ബുക്ക് ചെയ്ത് MRI എടുക്കാനായിട്ട് അവിടെ കൊണ്ടുവന്ന് അവിടെ കയറ്റി MRI എടുത്തപ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളെന്ന് ഡോക്ടർ അവിടുത്തെ അവർ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് വണ്ടാനത്ത് ചെന്ന് അപ്പം അഭിലാഷിൻ്റെ പെങ്ങളാണ് വരുന്നത്. അവിടെ ഇത് റിസൾട്ട് മേടിച്ചുകൊണ്ട് ഞാൻ ആശുപത്രി വണ്ടാനത്ത് പോയി സലിം ഡോക്ടറെ കാണാനായിട്ട് അവിടെ ഇരിക്കുവാണ്, കുഞ്ഞുമായിട്ട് വാരക്കെ ഇരിക്കുവാണ്. അന്നേരപ്പം റിസൾട്ട് മേടിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് വരുന്നത്. അപ്പം ഓസ്റ്റിയോസർക്കോമ എന്താവാന്നോ ക്യാൻസർ ആണെന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് ആ വാതിക്കലിരുന്നു. അപ്പോഴത്തേക്കും ഡോക്ടർ വിളിച്ചില്ല. അപ്പോൾ ചേടത്തി ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ചേടത്തിക്ക് ഇത് അയച്ചു കൊടുത്തായിരുന്നു. അയച്ചു കൊടുത്തപ്പോൾ ചേടത്തി ആരാണ്ടോട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഇത് സംഭവം ഇതാന്ന് പറഞ്ഞപ്പം മെസ്സേജ് ഫോണിൽ വന്നു. അപ്പം അവള് പറഞ്ഞത് ക്യാൻസർ ആണെന്നാണ് മെസ്സേജ് അയച്ചത്. അത് ഞാൻ അന്നേരം ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു, ഞാനിപ്പുറത്തിരിക്കുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ക്യാൻസർ എന്ന് കണ്ടപ്പോഴേ എനിക്ക്
മാനസികമായിട്ട് ഞാനങ്ങ് തകർന്നു പോയി. അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ചെന്ന് കയറി ഡോക്ടറിൻ്റെ മുന്നിൽ ഇരുന്ന് ഡോക്ടർ പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണല്ലോ, എന്താ കാര്യം ഇത്, അമ്മ ഇത് അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാനൊന്നും വേണ്ടിയില്ല ഡോക്ടറിൻ്റെ അടുത്ത്. നമുക്ക് എന്താ അമ്മ എന്തെങ്കിലും വന്നു പോയി. ഡോക്ടർ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ നോക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ മുന്നിൽ ഒരു കുഞ്ഞ് ഈ ഒരു അസുഖവുമായിട്ട് വന്നിരിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യണം, ബയോപ്സിക്ക് അയക്കണം, അന്നേരം അത് ഓപ്പണായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ബ്ലഡിൻ്റെ ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് കൊടുത്തിട്ട് വീട്ടിലോട്ട് പൊക്കോ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ ഡേറ്റ് തന്നു വിട്ട്. പിന്നെ ഇവിടുന്ന് ഞാൻ ആ സമയത്ത് ഞാനും അഭിലാഷും കൂടെ ചെന്ന് അവർ പെട്ടെന്ന് തന്നെ സലിം ഡോക്ടർ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ചെയ്തു തന്നു. അവിടെ തന്നെ ബയോപ്സിക്കെല്ലാം അയച്ചു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് അപ്പം എല്ലാവരുടെയും അഭിപ്രായം തിരുവനന്തപുരത്ത് RCC പോകണമെന്നുള്ള താല്പര്യമായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇവിടെ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു, സലീം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ചെയ്തു തരാം, കുഞ്ഞിൻ്റെ കാല് മുറിക്കേണ്ട അവസ്ഥ വരും, കാല് മുറിച്ചാലേ അത് മാറത്തുള്ളെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പോയി. അത് കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്നോട് പറഞ്ഞ് കൃപാസനത്തിൽ പോയി നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. കൃപാസനത്തിൽ ഞാനും അഭിലാഷും കൂടെ അന്ന് പിറ്റേ ദിവസം തന്നെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ പോയി ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ കുഞ്ഞിന് അസുഖമാണെങ്കിലും അമ്മ തന്ന അസുഖമാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കാല് മുറിച്ച് മാറ്റരുത്, ആ ഒരു അവസ്ഥ വരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അവിടെ നിന്ന് തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഞങ്ങൾ തിരുവനന്തപുരം RCCയിലോട്ട് പോയി അവിടെ ചെന്ന് അവരെ ഡോക്ടർമാരെ എല്ലാം കണ്ട് അവരപ്പം തന്നെ ആദ്യം മുതലുള്ള ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒന്നും അവിടെ സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ തന്നെ പെട്ടെന്ന് നടന്നു കഴിഞ്ഞ് ബയോപ്സിയുടെ ഇവിടുന്ന് സ്ലൈഡും ബ്ലോക്കും കൂടെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഡോക്ടർ പറഞ്ഞപ്പം ഇവിടെ വന്നപ്പോൾ ആദ്യം സെക്കൻഡ് സ്റ്റേജ് എന്നാണ് ഇവിടെ പറഞ്ഞത്. സലീം ഡോക്ടർ ഞങ്ങളോട് സെക്കൻഡ് സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജാണ്, കുഞ്ഞിൻ്റെ കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വന്നിട്ടില്ല, അവരുടെ ഞരമ്പയിലൊന്നും അത് പിടിപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം ആയത്. പിന്നെ അവിടെ ഓപ്പറേഷൻ ചെയ്ത് ലൂർദ് മാതായിൽ താമസിച്ച് 8 മാസത്തോളം ഞങ്ങൾ അവിടെ നിന്ന്. അവിടുത്തെ അനുഭവം പറയാൻ പറ്റത്തില്ല, നല്ലൊരു കെയറിങ് ആയിരുന്നു. അവിടെ അച്ഛനാണേലും അവിടുത്തെ സിസ്റ്റർമാരാണേലും എല്ലാം നല്ല സഹകരണമായിരുന്നു ഞങ്ങൾക്ക് അവിടെ. ഒത്തിരി 8 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പം എല്ലാവരെയും പിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത സങ്കടവും മാനസികമായിരുന്നു കുഞ്ഞിനാണേലും. അങ്ങനെ വന്നു. പിന്നെ 3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് വരുന്നുണ്ട്. ചെക്കപ്പിന് വന്നിട്ട് അവിടെ തന്നെ ലൂർദ് മാതായിൽ തന്നെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം എപ്പോൾ 3 മാസം ചെല്ലുമ്പോഴാണെങ്കിലും അവിടെ താമസിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസിച്ചാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ അഭിലാഷെ കാണുമ്പോൾ എനിക്ക് ഭയമായിരുന്നു അഭിലാഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ. കാരണം അതൊരു ക്രൂര മുഖമല്ല, എന്താണ് എന്ന് ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന ഒരച്ഛൻ്റെ മുഖമാണ് ഞാൻ കണ്ടത്. ആ ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ അഭിലാഷൊന്ന് പങ്കുവയ്ക്കുക. അഭിലാഷെ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോന്നു. കാരണം അതുപോലെ പകച്ച് നിന്ന് പോയതാണ്. കാരണം ഓക്കാപ്പുറത്തൊരു ഇത് കിട്ടിയതാണ് നമുക്ക്. പിന്നെ അവിടെ വന്ന് ഓരോരുത്തർ ധൈര്യം തന്ന് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ആദ്യഘട്ടത്തിൽ അവർ വരുമ്പോഴേക്കും ഡോക്ടർ ഇങ്ങനെ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, ഫസ്റ്റ് സ്റ്റേജാന്ന് പറയുന്നു. പക്ഷേ ഈ രോഗിയുടെ അഭിനവിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇന്ന് കുഴപ്പമില്ല എന്ന് പറയും, നാളെ കുഴപ്പമാണെന്ന് പറയും, പിന്നെയും കുഴപ്പമില്ല എന്ന് പറയും, വീണ്ടും അത് കൂടുതൽ കുഴപ്പമാണെന്ന് പറയും. അത് ഡോക്ടറിൻ്റെ റിസൾട്ട് കാണുന്നതിനേക്കാൾ അധികമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇവരുടെ ഭാവവ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് അഭിലാഷിലുണ്ടാകുന്ന ഭാവവ്യത്യാസം പെട്ടെന്ന് അറിയാൻ പറ്റും. റിസൾട്ട് എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പേപ്പറിലോട്ട് നോക്കണ്ട, അഭിലാഷിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് അച്ഛൻ ആ ചോദ്യം എടുത്ത് ചോദിച്ചത്. ആ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതൊരു മിറക്കിളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തിരിച്ചു വന്നു അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അഭിനവ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് 6-7 പേരെ നമ്മുടെ സെൻറ്ററിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 14 പേരോളം ഉണ്ട്. തീർച്ചയായിട്ടും സനിലെ പോലെ തന്നെയുള്ള മാനസികമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ അച്ഛനമ്മമാർ അവിടെ അനുഭവിക്കും. അവരോട് സനിലേക്ക് എന്ത് പറയാൻ പറ്റും? സനിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൊടുത്തേ. ആദ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, എന്നാലും നമ്മൾ അത് അവിടെ ലൂർദ്മാരായി നിന്ന് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒത്തിരി സംഭവിക്കും. ആദ്യമൊക്കെ ഞങ്ങൾ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ലായിരുന്നു.
ആ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു, എങ്ങോട്ടും ഇറങ്ങാതിരുന്നു. പിന്നെ പോയി അഡ്മിറ്റൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഓരോരോ മാറ്റം കുഞ്ഞിന് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങാനും സഹകരിക്കാനും ഒക്കെ തുടങ്ങിയത്. ആദ്യമൊക്കെ മുറിയിൽ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല. ദൈവം അതെല്ലാം അവിടെ ഒരു എന്തോ പറയുന്നത് പ്രാർത്ഥന, മാതാവിൻ്റെ തന്നെ ഒരിതുണ്ട്. അവിടെ പോയിരുന്ന് എപ്പോൾ പ്രാർത്ഥിച്ചാലും നമുക്ക് നല്ല അനുഭവമേ അവിടെ കിട്ടത്തുള്ളൂ. ഞാൻ എന്നും പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ്.